സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പൊതുവിജ്ഞാനത്തിലെ കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. മോഖ ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന ഓപ്പറേഷൻ കരുണ. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായി ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത് ആക്കുളം. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൻ്റെ പുതിയ പേര് അഹല്യ നഗർ. ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് സേവനങ്ങൾ ഓൺലൈനിൽ ലഭിക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ സംരക്ഷ. 3D പ്രിന്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലോകത്തെ ആദ്യ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് തെലങ്കാന. ഒമാനിൽ വെച്ച് നടന്ന 10ാമത് ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. പി കേശവദേവ് ട്രസ്റ്റിൻ്റെ കേശവദേവ് ഡയാബ് സ്ക്രീൻ പുരസ്കാര ജേതാവ് ഡോക്ടർ സിറിയക് എബി ഫിലിപ്സ്. 2023 ജൂണിൽ 200-ലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ അപകടം നടന്ന ബാലസോർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ. ONV കുറുപ്പിൻ്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിൽ കന്നഡയിലേക്ക് വിവർത്തനം ചെയ്തത് സുഷമ ശങ്കർ. 2023 ദേശീയ സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി നെറ്റ് സീറോ എമിഷൻ പദ്ധതി. സംഗീത വിദ്യാലയം ഏർപ്പെടുത്തിയ പ്രഥമ സംഗീതിക പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ വൈക്കം വേണുഗോപാൽ. മണിപ്പൂരിൽ നടന്ന വംശീയ കലാപത്തെപ്പറ്റി ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ രൂപീകരിച്ച കമ്മീഷൻ ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷൻ. 2023 പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. റഷ്യൻ പ്രസിഡന്റിൻ്റെ ഉന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ലഭിച്ച മലയാളി രതീഷ് സി നായർ. ക്ഷേത്ര പരിസരവും കാവും കുളങ്ങളും സംരക്ഷിക്കുന്നതിനായുള്ള ദേവസ്വം വകുപ്പിൻ്റെ പദ്ധതി ദേവാങ്കണം ചാരുഹരിതം. 2023 ജൂണിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ അശോക ചക്ര ജേതാവ് ആൽബി ഡിക്രൂസ്. ഡച്ച് നൊബേൽ എന്നറിയപ്പെടുന്ന സ്പിനോസ പ്രൈസിന് അർഹയായ ഇന്ത്യൻ വംശജ ജോയിത ഗുപ്ത. ദക്ഷിണ കൊറിയയിൽ നടന്ന അണ്ടർ 20 ഏഷ്യൻ അത്ലറ്റിക്സിൽ 1ാമതെത്തിയ രാജ്യം ജപ്പാൻ. സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത് MK സാനു. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ.